ഒന്ന് ഒരു മൈത്രേനെ പൊതുജനവും ഒക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം. മൈത്രേൻ ഇപ്പൊ ശരിക്കും മൈത്രേൻ പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എഗെയിൻസ്റ്റ് ഹൈറാർക്കിക്കൽ പഴയ മൊറാലിറ്റിയിലോട്ട് മാറിയിട്ടില്ല എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ പൊതുവെ പൊതുജനം വിചാരിക്കുന്ന യാതൊരു മൊറാലിറ്റി ഇല്ലാത്ത ആളാണ് മൈത്രേൻ. അങ്ങനെ നമ്മൾ കമന്റുകളിലൊക്കെ കാണാം, ഒരു വൃത്തിയുടെ ജന്മം എന്നൊക്കെ മാറി. അപ്പം പൊതുവെ എനിക്ക് മനസ്സിലായ ഒരു കൺസർവേറ്റീവ് മൊറാലിറ്റിയുടെ പാർട്ടായിട്ട് ഈ പറഞ്ഞ വൃത്തിയും അനുസരണയും ലോയൽറ്റിയും ഇൻ ഗ്രൂപ്പ് കണക്ഷനും എല്ലാം ഒരു കൺസർവേറ്റീവ് മൊറാലിറ്റിയുടെ ഭാഗമാണ്. ഒരു പക്ഷേ ഈ ലിബറൽ എന്ന് പറയുന്ന പലർക്കും ആ മൊറാലിറ്റി ഒക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു പ്രോപ്പർ മൊറാലിറ്റിയിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഇപ്പൊ കെട്ടിയ ഭാര്യയൊക്കെ ഉപേക്ഷിക്കണമെന്ന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പം അവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന 1, 2, 3, 4 സ്റ്റെപ്പ് എന്താണെന്ന് അറിയില്ല. സ്റ്റെപ്പ് 1 പറയാം, സ്റ്റെപ്പ് 10 പറയാം. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഈ 50 വർഷം എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഈ മൈത്രേയൻ ഈ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഇപ്പൊ മോഹൻലാൽ ഒരു സിനിമയിൽ കയറി പോലീസുകാർ ഇരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുമല്ലോ, കൈയടിക്കും, അത് കഴിഞ്ഞ് മറന്നുപോകും. അപ്പൊ അതുപോലെ മൈത്രേയൻ ഉള്ള സിസ്റ്റംസിന് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ഒരു അവാർഡ് പടം പോലെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഇതൊന്നും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ആളുകൾ പറയുന്ന കമന്റ് നേരത്തെ പറഞ്ഞ 2 കാരണം കൊണ്ടാണ്. ഒന്ന്, നല്ല ആനുകൂല്യങ്ങളുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്ന 90% പുരുഷന്മാർ. ഈ ആനുകൂല്യം നഷ്ടപ്പെടുന്ന ഒരു വശമുണ്ട് മനുഷ്യൻ. നമ്മൾ ഈ സിസ്റ്റം മാറണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് നമുക്ക് പാരയാണ്, പണിയാണ്. ആ ആനുകൂല്യ നഷ്ടം കൊണ്ടാണ് ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് കുഴപ്പം, അല്ലെങ്കിൽ ന്യായമാണെന്നൊക്കെ അറിഞ്ഞൂടാത്ത ആരും കാണത്തില്ല. പക്ഷേ എൻ്റെ അവകാശവും എനിക്കിപ്പം ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നു. ഇത് പറയുന്നത് ഇത് ഇയാൾ പരസ്യമായിട്ട് പറയാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ നല്ല ആളാണ്. ഇത് പരസ്യമായിട്ട് അവർ കേൾക്ക് പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ആളുകൾ പറയുന്ന കമൻറ്റ്, ഞാൻ ഈ കമൻറ്റുകളൊന്നും സത്യത്തിൽ കമൻറ്റൊന്നും ഞാൻ വായിക്കാറില്ല. അതെൻ്റെ ഒരു സെൽഫ് ഡിഫെൻസാണ്. ഇങ്ങനെയുണ്ട് അഴുക്ക് മാലിന്യത്തിൽ ചവിട്ടണ്ട എന്ന് വിചാരിക്കുന്ന അത്രയും ലളിതമായ ഒരു കാര്യം മാത്രമാണ്. പക്ഷേ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് എന്നെ കൊണ്ട് അത് വായിപ്പിക്കുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തായിരിക്കും, നിങ്ങളത് കണ്ടോ? അവരാണെങ്കിൽ ഞാൻ പാടുപെട്ടിട്ടാണെങ്കിൽ ചാണാൻ ചവിട്ടാതെ പോലും. അപ്പോൾ ഇവന്മാർ ഇതെടുത്ത് അയക്കുമ്പോൾ അവർ പറയുന്ന കേട്ടാലേ ഈ ചാണകം കാണുമ്പോൾ ഇത് ഇന്നലെ പശു എന്തുവാ തിന്നത്, അത് തൊട്ടാവാടി തിന്നോ, അത് പുല്ലാന്നോ എന്ന് ഞാൻ ചകഞ്ഞ് നോക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവിടെ നമ്മൾ ആരെങ്കിലും അത് ചെയ്യാറുണ്ടോ? നമ്മളത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നമുക്ക് ഇത് അങ്ങോട്ട് പോകുമ്പോഴോ ആദ്യത്തെ വാക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് വായിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴേ നമുക്കത് വിട്ടുകളയാൻ പറ്റും. ഞാനിങ്ങനെ ചാടി അത് കടന്നു പോകുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള നേരത്തെ ആളുകൾ അങ്ങനെ പറയുന്നത് ഈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നഷ്ടബോധം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇപ്പം ആനുകൂല്യം പ്രിവിലേജസ് നമ്മൾ പറയുന്ന കാര്യങ്ങളുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ അറിയാം ഇത് നമുക്ക് പാരയാണ്. പക്ഷെ അത് പ്രിവിലേജ് ആയിട്ടല്ലാതെ ശീലമാക്കി കുട്ടിക്കാലത്ത് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ. ഇതിൽ വേറൊരു പ്രശ്നം, പലരും സ്ത്രീ വിമോചനം വേണം, സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും വിമോചിക്കപ്പെടണം, എൻ്റെ ഭാര്യ മാത്രം വേണ്ട. ഇതൊരു വളരെ പ്രായോഗികമായ ഒരു അപ്രോച്ചാണ്. ഇതിനെ നമ്മൾ എങ്ങനെ തടയും? അത് ഈ കാശിന് കൊള്ളാത്ത പുരുഷന്മാരെ ഉണ്ടാക്കിയതിന് ശേഷം അവർ നന്നാകണമെന്ന് പറഞ്ഞാൽ ശരിയാകില്ലെന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും കുട്ടിക്കാലത്ത് തുടങ്ങേണ്ട പണിയാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആ അടുക്കള വൃത്തിയാക്കുമ്പം ഇനി മേലെ ഇങ്ങോട്ട് കയറരുതെന്ന് പറയിപ്പിക്കുന്നത് അതിനെ നല്ല ഭംഗിയായി ചെയ്യും. പക്ഷെ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം, സകല ഹോട്ടലിലും 90% ഹോട്ടലിലും പുരുഷന്മാരാണ്.
കുക്കിംഗ് ഒക്കെ വളരെ കറക്റ്റാണ്, ഒരു പ്രശ്നമില്ല. കാര്യമുണ്ട് സാമൂഹിക അംഗീകാരം ഉണ്ടാവും, കാശ് കൂടുതൽ കിട്ടും. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഒരു അതുകൊണ്ട് അത് നമുക്ക് കാണരുത്. ചെയ്യുന്ന ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സദ്യ ഒരു എന്താണ് ഈ ഉത്സവത്തിനോ അല്ലെ മുഴുവൻ പുരുഷന്മാർ. അപ്പൊ ഇതൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ലെന്ന് മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സമയത്ത് തന്നെ ഇത് രണ്ടും അറിയുന്ന ആൾക്കാർ തന്നെ, പക്ഷെ പ്രിവിലേജ് അനുഭവിച്ച് വളർന്നു കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അത് സ്വാഭാവികമായി